അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. LDF സ്ഥാനാർത്ഥി എന്നരുണ്ണ ജന്മനാടായ പായ്പ്രയിൽ ആവേശോജ്വലമായ സ്വീകരണം. പായ്പ്ര സ്കൂൾ പടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം അഡ്വക്കേറ്റ് PM ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി എന്നരുണ്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ജന്മനാടായ പായ്പ്രയിൽ ആവേശോജ്വലമായ സ്വീകരണം. പായ്പ്ര പഞ്ചായത്തിലെ സ്കൂൾ പടിയിൽ നിന്നും രാവിലെ ആരംഭിച്ച പര്യടനം അഡ്വക്കേറ്റ് PM ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ജന്മനാട്ടിൽ ലഭിക്കുന്ന ഈ സ്നേഹം വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. നാടിന്റെ വികസനത്തിനായി എന്നും മുൻപന്തിയിലുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി എന്നരുൺ പറഞ്ഞു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം കള്ളപ്രചരണമാണ്. അത് സഖാവ് എൽദോ പ്രകാശിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ്. കിഫ്ബി ഫണ്ടാണ് മുഖ്യമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മാസം കാത്തിരുന്ന് സമയമില്ല എന്ന് ഉറപ്പിച്ച് കൃത്യമായി ഇന്നലെ ആവശ്യപ്പെടുന്നു. ചർച്ചയ്ക്ക് ഞാൻ തയ്യാർ. വിദ്വാനാണ്, മിടുക്കനാണ്, കഴിവുള്ള ആളാണ്, തത്വമില്ല. ആ കഴിവ് ഇത്തരത്തിലുള്ള സൂത്രപ്പണികൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആ കഴിവൊക്കെ മണ്ഡലത്തെ ശ്രദ്ധിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി കുടുംബത്തെയും മോശമാക്കാൻ ഉപയോഗിച്ച സമയത്തിന്റെ 1% മണ്ഡലത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ സ്ഥിതി മണ്ഡലത്തിനുണ്ടാകുമായിരുന്നില്ല. കേരളം മുന്നേറിയതിനനുസരിച്ച് മൂവാറ്റുപുഴയ്ക്ക് മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. സമീപ മണ്ഡലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അതിപ്പോ വലതുപക്ഷമോ ഇടതുപക്ഷമോ വ്യത്യാസമില്ലാതെ കൃത്യമായി വികസനത്തിന് ഈ ഗവൺമെന്റ് പണം നൽകിയിട്ടുണ്ട്. LDF പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഒരു മണ്ഡലത്തെയും മാറ്റി നിർത്തിയിട്ടില്ല. അവിടെയുള്ളവരും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളാണ്, കേരളീയരാണ്, ഈ സംസ്ഥാനത്തുള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ മാത്രം പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തത്? ആ കുറവാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ കുറവ് ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ വന്നതല്ല, മാസങ്ങളായി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നഗരവികസനം ഉൾപ്പെടെ ഇപ്പോഴത്തെ MLA അതിർത്തി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ചർച്ചയ്ക്ക് തയ്യാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. കൃത്യമായി നമ്മൾ പര്യടനം തുടങ്ങി. അതിന്റെ പിറ്റേ ദിവസം ചർച്ചയ്ക്ക് തയ്യാർ. സോഷ്യൽ മീഡിയയിലൂടെയോ നേരിട്ടോ ഏത് രീതിയിലും ചർച്ചയ്ക്ക് തയ്യാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നഗര വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാശൊന്നും മുടക്കിയല്ല. സാധാരണ നമ്മുടെ മാതൃഭൂമി മനോരമ പത്രത്തിന്റെ വലിപ്പത്തിൽ 2 ഷീറ്റുള്ള ഒരു പത്രം പുറത്തിറക്കിയിട്ടുണ്ട്. ആ പത്രം ഒന്ന് വായിച്ചിട്ട് അതിന്റെ മറുപടി പറഞ്ഞാലും മതി. ഈ പദ്ധതികളൊക്കെ ആരാണ് കൊണ്ടുവന്നത് കൃത്യമായി പറയും. സമയങ്ങളൊക്കെയാണ്. ചർച്ചയ്ക്ക് തയ്യാർ തന്നെയാണ്. ഈ പറയുന്ന പദ്ധതികളിൽ ഏത് പദ്ധതിയാണ് മാത്യു കൊടനാട് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങളുടെ ഈ കൃത്യമായ രേഖകളുണ്ട്. ഈ പദ്ധതികളൊന്നും തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതല്ല. തുടർന്ന് മാനാറി മില്ലുംപടി, ലക്ഷം വീട്, പായ്പ്ര സൊസൈറ്റിപ്പടി, ഈസ്റ്റ് പായ്പ്ര മില്ലുംപടി, പായ്പ്ര സൗത്ത്, കാവാട്ടുമുക്ക്, തട്ടുപറമ്പ്, പള്ളിപ്പടി, എരുമല, എള്ളുമലപ്പടി, കുരിക്കാവ്, EB ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. തുടർന്ന് ഉച്ചകഴിഞ്ഞ് സിവിൽ സ്റ്റേഷൻ, മുടവൂർ, പള്ളിത്താഴം, ശൂലംകുഴി, കബറിങ്ങൽ, പായ്പ്രക്കവല, എസ് വളവ്, പള്ളിച്ചിറങ്ങര, പറ്റായി, സീനായ്, ഗിരികുരിശ്, പള്ളിത്താഴം, കറുകപ്പള്ളി, കാവുംപടി, തൃക്കളത്തൂർ സൊസൈറ്റിപ്പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ദൃശ്യമായത്. വെള്ളിയാഴ്ച വാളകം, മാറാടി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.